വസന്തോത്സവത്തിന്റെ വരവറിയിച്ച് നാടെങ്ങും പൂരപ്പൂക്കൾ മെയ്തുറന്നു. മീനത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിനങ്ങളാണ് വടക്കേ മലബാറിന്റെ പൂരക്കാലം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ആഘോഷങ്ങൾ കുംഭമാസത്തിൽ തന്നെ ആരംഭിച്ചു. പോലെ മറന്നു ലോകത്തെ നടിക്കുന്നു കളിക്കുന്നു അഖണ്ഡമായുള്ള ലഹരി കൊണ്ടു ഞാൻ കിടന്നുറങ്ങാതെ ഉറങ്ങുന്നു. മനസ്സം കള്ളനെ പിടിച്ചു കെട്ടി ഇളക്കം വിട്ടു ഞാൻ രവിക്കുന്നു ഇളക്കം വിട്ടു ഞാൻ. ഗ്രാമീണ ജീവിതത്തിന്റെ ഗന്ധവും രുചിയും കലർന്ന നാടോടിക്കലയായ പൂരക്കളിയുടെ ശീലുകളും ഇതോടൊപ്പം ഗ്രാമങ്ങളിൽ ഉയർന്നു തുടങ്ങി. തൊഴുതനാദിയായ രൂപമായുള്ള ചിദാനന്ദത്തിലെ കുടികൊണ്ടോ തൊഴുതനാദിയായ രൂപമായുള്ള ചിദാനന്ദത്തിലെ കുടികൊണ്ടോ മതാന്ധനെ പോലെ മറന്നു ലോകത്തെ നടിക്കുന്നു കളിക്കുന്നു അഖണ്ഡമായുള്ള ലഹരി കൊണ്ടു ഞാൻ കിടന്നുറങ്ങാതെ ഉറങ്ങുന്നു. മനസ്സം കള്ളനെ പിടിച്ചു കെട്ടി ഇളക്കം വിട്ടു ഞാൻ രവിക്കുന്നു ഇളക്കം വിട്ടു ഞാൻ. തെക്കൻ കേരളത്തിലെ പൂരക്കാഴ്ചകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് വടക്കിന്റെ പൂരക്കാലം. കാമദേവ പൂജയാണ് പൂരോത്സവത്തിൽ പ്രധാനം. കന്യകമാരുടെ ആഘോഷം കൂടിയാണിത്. ഹൈന്ദവ ഗൃഹങ്ങളിൽ കാർത്തിക നാൾ മുതൽ പൂരം ദിനം വരെയുള്ള 9 നാളുകളിൽ കന്യകമാർ പൂവിടും. കൈലാസനാഥന്റെ കോപാഗ്നിയിലെരിഞ്ഞ അശരീരനായി തീർന്ന കാമദേവനെ പൂവിട്ട് പൂജിക്കുന്ന കന്യകമാർ ഉത്തര കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മലരമ്പനെ ഒരുക്കുന്നത് പ്രധാനമായും നരയൻ പൂവ് കൊണ്ടാണ്. പൂരം നാളുകളിൽ കുട്ടികൾ ചെമ്പകപ്പൂവ്, മുരിക്കിൻ പൂവ്, അതിരാണിപ്പൂവ്, മുല്ലപ്പൂവ് എന്നിവയും കാമദേവനെ ഒരുക്കുന്നതിനായി ശേഖരിക്കുന്നു. വടക്കൻ കേരളത്തിൽ കാർത്തിക മുതലുള്ള 9 ദിനങ്ങളിലാണ് പൂരോത്സവം നടക്കുന്നതെങ്കിലും യാദവരുടെ ആദികഴകം എന്നറിയപ്പെടുന്ന ഇളമ്പച്ചി ശ്രീ കണ്ണമംഗലം കഴകത്തിൽ 11 ദിനങ്ങളിലായാണ് പൂരം ആഘോഷിക്കുന്നത്. മറ്റ് ചില സ്ഥലങ്ങളിൽ പൂരോത്സവം 3, 5, 7 ദിനങ്ങളായും ആഘോഷിച്ചു വരുന്നു. 9 നാൾ നീണ്ട പൂരം നോമ്പിനൊടുവിൽ പൂരം കുളി എന്ന ചടങ്ങാണ്. ഈ ദിവസം പൂക്കുടകളിലാക്കി അരിയും അടയും ഇതോടൊപ്പം വെച്ച് അടുത്തുള്ള പ്ലാവിൻ ചുവട്ടിൽ ഭക്ത്യാദരപൂർവ്വം നിക്ഷേപിക്കുന്ന ഒരു ചടങ്ങാണിത്. നിലവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചവും പൂമണത്തിൻ്റെ അന്തരീക്ഷവും ഭക്തി സാന്ദ്രമാക്കുന്ന ഈ ചടങ്ങ് ആരവങ്ങളോടെയാണ് അവസാനിക്കുന്നത്. ഒപ്പം ഇനിയത്തെ കൊല്ലവും നേരത്തെ കാലത്തെ വരണേ കാമ എന്ന വായ്ത്താരിയും മുഴക്കും. പൂരോത്സവ നാളുകളിലെ മറ്റൊരു നിറമാർന്ന കാഴ്ചയാണ് മറത്തുകളിയും പൂരക്കളിയും. ആനന്ദ ഗാനാലാപനത്തിലൂടെ പണിക്കർമാർ ഈ ദിനങ്ങളിൽ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന മറത്തുകളി പൂരക്കാഴ്ചകളിലെ ഒളിമങ്ങാത്ത ഒന്നാണ്. മംഗളവിധാനാർത്ഥം എന്താ ചെയ്യുന്ന മംഗളത്തിനായിക്കൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. പ്രാപിക്കുന്നു മംഗളത്തെ ഉണ്ടാക്കുവാനായിട്ട് അമ്മയെ ദേവിയെ ഞാൻ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. ഈ ദേവിയുടെ വിശേഷണങ്ങൾ മംഗളം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മംഗളം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അഭീഷ്ടം എനിക്കെന്താണോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആശയം എന്താ? ഇപ്പോൾ നമ്മളൊരു കർമ്മം, ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഇത് വളരെ ഭംഗിയായിട്ട് പര്യവസാനിക്കണം. അതിനുവേണ്ടി ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളതായ ഒരു നല്ല കാര്യം നമുക്ക് ചെയ്തു തരാൻ സന്നദ്ധയായിട്ടുള്ളതായ ഒരു ദേവീ സ്വരൂപമാണോ അതിലുള്ളത്? നമുക്ക് നോക്കണം, പരിശോധിക്കാം. ചരാചരാന്തരദൃഢപ്രോതൗതന്തു ചരാചരമാകുന്ന അന്തരത്തിന് ദൃഢമായിരിക്കുന്ന പ്രോതതന്തുവായും ഓതതന്തുവായും ഉള്ളവൾ. ചരാചരം പ്രപഞ്ചം, അന്തരം വസ്ത്രം ദൃഢം ഉറപ്പുള്ളത്. പ്രോതതന്തു പാവുനൂല്, ഊതതന്തു ഊടനൂല്. ജന്തുസ്പന്ദന വിസ്മയാവഹമ. 2 കഴകങ്ങളെയോ കാവുകളെയോ പ്രതിനിധീകരിച്ചാണ് മറത്തുകളി നടക്കുക. ഇരു ക്ഷേത്രങ്ങളിലെയും പണിക്കർമാർ നാടകശാസ്ത്രം, യോഗശാസ്ത്രം, തച്ചുശാസ്ത്രം,
ജ്യോതിഷം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വാദപ്രതിവാദവും നടത്തും. ഇതിനുശേഷം 18 നിറങ്ങളിൽ പൂരക്കളിയും അവതരിപ്പിക്കും. ആയിരങ്ങളാണ് പൂരക്കളി നാളിൽ ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. ആകാശേദീയത്ത കുത്രവായുക്കൾ ഗതിത്വ നേത്ര പഞ്ചകേ ഗതിത്വനേത്ര പഞ്ചകേ വാതരിൽ ധനഞ്ജയേതി വായുവെങ്ക മൃത്യുവെങ്കൽ ധനഞ്ജയേതി വായുവെങ്കൽ ചിത്രയോഗകായ ദഹ്യമുത്തു ധഞ്ചകേ. നീലേശ്വരം മന്നമ്പുറത്തുകാവ്, മാടായിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പൂരാഘോഷങ്ങളും പൂരംകുളി ചടങ്ങുകളും നടക്കുക. പൂരംകുളി ദിനത്തിൽ നടക്കുന്ന പൂരക്കളിയോടൊപ്പം കൃഷിപ്പണിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ആണ്ടും പള്ളും ചടങ്ങും നടക്കും. തുടർന്ന് പൂജാമുറിയിൽ കാമദേവ രൂപം തീർക്കും. ഇതിനും ചില പ്രത്യേകതകളുണ്ട്. മീനം ആദ്യമാണ് പൂരമെങ്കിൽ ചെറിയ കാമദേവ രൂപവും, മധ്യനാളുകളിലാണെങ്കിൽ യുവാവും, മാസാവസാനമാണ് പൂരമെങ്കിൽ വൃദ്ധരൂപവുമാണ് തീർക്കുക. പൂരം ദിനത്തിൽ കുളിച്ച് ഈറനോടെ പൂരക്കഞ്ഞി വിളമ്പുന്ന ചടങ്ങുമുണ്ട്. ഉപ്പു ചേർക്കാത്ത ഈ നൈവേദ്യം കാമദേവന് ഏറെ പ്രിയമാണെന്നാണ് വിശ്വാസം. കൂടിച്ചേരലിൻ്റെ ഉത്സവം കൂടിയാണ് പൂരം. സ്ത്രീയെ ദേവതയ്ക്ക് തുല്യം പരിഗണിച്ചിരുന്ന പഴയ കാലത്തിൻ്റെ നേർചിത്രങ്ങളും ഈ ആഘോഷത്തിൽ കാണാം. എന്നാൽ പൂരക്കാഴ്ചകളുടെ പൊലിമ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മലനാടിൻ്റെ ഗൃഹാതുര സ്മൃതികൾ ഉണർത്തുന്ന കാഴ്ചകൾ മാത്രമായി മാറുകയാണ് പൂരവും പൂരോത്സവങ്ങളും. തൂണിലുമുണ്ടവനും പറഞ്ഞോരോ സമയേ